രാധേ രാധേ. ആശാസ് ഗോലോകം എന്ന ചാനലിലേക്ക് ഗോലോകത്തിലെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും, എല്ലാ ഗോപികോപ്പന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാധാകൃഷ്ണ വിവാഹം കഴിഞ്ഞു. രാധയും കൃഷ്ണനും രണ്ട് സ്ഥലത്ത് തന്നെയാണ്. എവിടെ എന്റെ കൃഷ്ണൻ? എന്താണ് കൃഷ്ണൻ എന്നിലേക്ക് എത്തിപ്പെടാത്തത്? എപ്പോഴാണ് ഞാൻ അവനിലേക്ക് എത്തുന്നത്? എപ്പോഴാണ് ഞങ്ങളുടെ സംഗമം ഉണ്ടാവുന്നത്? ഇതൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു വിഷമസന്ധിയിൽ കഴിയുകയാണ് രാധ. വിരഹതാപത്തിൽ മുങ്ങിത്താഴ്ന്നു കഴിയുകയാണ് രാധ. ഈ സമയത്ത് കൃഷ്ണൻ ഗോകുലത്തിലാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കൃഷ്ണനെന്നും അവൻ തന്നെ വധിക്കുമെന്നും അവൻ ഗോകുലത്തിൽ ജീവനോടെ ഉണ്ട് എന്നൊക്കെ കംസൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൃഷ്ണനെ കൊല്ലാനായ പല അസുരന്മാരെ മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് വിട്ടു തുടങ്ങി. അതിന്റെ ഭാഗമായി ആദ്യം പൂതന ഗോകുലത്തിലെത്തുന്നു. കൃഷ്ണനെ കൊല്ലാനായി പരമാവധി ശ്രമിക്കുന്നു. ഒടുക്കം പരാജയപ്പെട്ട് സ്വയം മരണത്തിന് കീഴടങ്ങുന്നു. കൃഷ്ണൻ നിഷ്പ്രയാസം പൂതനയെ വധിക്കുന്നു. അത് കഴിഞ്ഞ് പല അസുരന്മാരും അവിടേക്ക് എത്തുന്നു. തൃണാസുരൻ എത്തുന്നു, അതുപോലെ ബകാസുരൻ. ഇവരെയൊക്കെ കൃഷ്ണൻ നിഷ്പ്രയാസം വധിക്കുന്നു, അവർക്ക് മോക്ഷം കൊടുക്കുന്നു. ഇതൊക്കെയാണെങ്കിലും നന്ദഗോപർക്ക് വല്ലാത്തൊരു ഭയമായി. ഒപ്പം നമ്മുടെ യശോദയ്ക്കും തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? അവൻ നാരായണന്റെ അവതാരമാണ് എന്നൊന്നും അവർക്കറിയില്ലല്ലോ. അവരുടെ മനസ്സിൽ എപ്പോഴും അവരുടെ പുത്രൻ മാത്രമാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്തെങ്കിലും സംഭവിക്കുമോ? കംസൻ ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് കൃഷ്ണനെ വകവരുത്തുമോ എന്നൊക്കെ ആലോചിച്ച് അവർക്ക് വല്ലാത്തൊരു സങ്കടമുണ്ടായി. അപ്പോൾ എങ്ങനെയെങ്കിലും കംസന്റെ കണ്ണിൽ പൊടിയിട്ട് കൃഷ്ണനെ സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമായി അവർക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഗോപന്മാർ വന്നിട്ട് നമ്മുടെ നന്ദഗോപരോട് പറയുകയാണ്, വൃന്ദാവനത്തിലേക്ക് നമുക്ക് താമസം മാറ്റാം, കൃഷ്ണനെ അങ്ങോട്ട് മാറ്റാം. അവിടെ ആകുമ്പോൾ കംസൻ അറിയില്ല, കംസൻ കണ്ടുപിടിക്കാനും പോകുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് അത് ശരിയാണ് എന്ന് നന്ദഗോപർക്കും തോന്നി. അങ്ങനെ നന്ദഗോപർ യശോദയോടും കൃഷ്ണനോടുമൊപ്പം ബലരാമനോടുമൊപ്പം വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റുന്നു. വൃന്ദാവനം നമ്മുടെ രാധാറാണിയുടെ സ്വന്തം സ്ഥലമാണ്. രാധാറാണി രാജ്ഞിയായിട്ടുള്ള സ്ഥലം. വൃന്ദാവനേശ്വരിയാണല്ലോ രാധ. വൃന്ദാവനത്തിൽ കാല് കുത്തണമെങ്കിൽ രാധാറാണിയുടെ അനുവാദം വേണം. രാധയുള്ളിടത്ത് കൃഷ്ണൻ ഉറപ്പായും എത്തും. അതിന്റെ ആദ്യത്തെ പടിയായി കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ സമയം രാധാറാണി എന്തേ വൈകുന്നത് കൃഷ്ണൻ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയം, അപ്പോൾ രാധാറാണിയുടെ അഷ്ടസഖികൾക്കും വല്ലാത്ത സങ്കടമായി കൃഷ്ണൻ എത്താത്തതിൽ. കാരണം സ്വന്തം രാജ്ഞി സങ്കടപ്പെട്ടിരിക്കുന്നതിൽ അവർക്കും വല്ലാത്ത സങ്കടമുണ്ട്. എങ്ങനെ ഇവരെ ഒരുമിപ്പിക്കാം എന്നാലോചിച്ച് അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരിലേക്ക് ഒരു വാർത്ത എത്തുന്നു. രാധാറാണി തുളസീവ്രതം എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണനിലേക്ക് പെട്ടെന്ന് എത്താം എന്നവർ അറിയുന്നു. അങ്ങനെ രാധാറാണി തുളസീവ്രതം എടുക്കാൻ തുടങ്ങുന്നു. ഗർഗഭാഗവതത്തിൽ പോലും തുളസിയെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെ തുളസി ഉണ്ടോ അവിടെ വൃന്ദാവനം പുനഃസൃഷ്ടിക്കപ്പെടുന്നു എന്നാ പറയുന്നത്. വൃന്ദാവനത്തിൽ ഇനി നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തുളസി നട്ടുപിടിപ്പിച്ചാൽ മതി, അവിടെ വൃന്ദാവനം നമ്മളിലേക്ക് തന്നെ എത്തും എന്നാ പറയുന്നത്. അതുപോലെ നെറ്റിയിൽ തൊടാനുള്ള ഏറ്റവും നല്ല തിലകം ഏതാണെന്ന് വെച്ചാൽ ഒരു തുളസി ചെടിയുടെ അടിയിൽ നിന്ന് കുറച്ച് ചെളി അല്ലെങ്കിൽ കുറച്ച് മണ്ണെടുത്ത് നെറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല തിലകം എന്നാ പറയുന്നത്. അത്രയ്ക്ക് പവിത്രയാണ് തുളസി. അപ്പൊ ആ തുളസി വ്രതം എടുക്കാനാണ് രാധാറാണി തുടങ്ങുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന തുളസി വ്രതം. അങ്ങനെ വളരെ നിഷ്ഠയോടും ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടി രാധാറാണി തുളസി വ്രതം എടുത്തു തുടങ്ങി. ഭക്തി നിർഭരമായി കൃഷ്ണനെ കിട്ടണമെന്നുള്ള ഒരേ ഒരു ചിന്തയിൽ, ഒരേ ഒരു ശ്രദ്ധയിൽ തുളസി വ്രതം നിഷ്ഠയോടുകൂടി രാധാറാണി എടുത്തു തുടങ്ങി. അങ്ങനെ 6ാമത്തെ മാസം ചൈത്രമാസം എത്തി. ചൈത്രമാസത്തിലെ പൂർണിമ ദിവസം അത് പൂർത്തിയാവും. അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ട്, വിജയകരമായി അത് പൂർത്തിയാക്കിക്കൊണ്ട് ഇതുപോലെ ദാനധർമ്മങ്ങൾ രാധാറാണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തുളസീദേവി സ്വയം സർവാഭരണ വിഭൂഷിതയായി രാധാറാണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് രാധാറാണിയെ ചേർത്ത് പിടിച്ചിട്ട് രാധാറാണിയെ തലോടിക്കൊണ്ട് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്? നീ വളരെ ഭംഗിയായി നിഷ്ഠയോടുകൂടി ആണ് ഈ വ്രതം പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ഞാൻ പൂർണ്ണ തൃപ്തിയാണ്. നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ രാധാറാണി പ്രണമിച്ചുകൊണ്ട്, തുളസീദേവിയെ പ്രണമിച്ചുകൊണ്ട് എങ്ങനെ പറയുന്നു, എനിക്ക് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ എത്താനുള്ള ഭക്തി തരണമേ എന്ന് മാത്രമാണ് രാധാറാണി പറയുന്നത്. തഥാസ്തു എന്ന് പറഞ്ഞിട്ട് തുളസീദേവി അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ രാധാറാണിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നി. താൻ തുടങ്ങിയ തപസ്
ആ, സംതൃപ്തിയോടുകൂടി പൂർത്തിയായി. ഇനിയിപ്പോ കൃഷ്ണനിലേക്ക് താൻ എത്തിപ്പെടും എന്നുള്ള വല്ലാത്തൊരു സന്തോഷത്തിലായി. അപ്പോ രാധാറാണി തപസ് പൂർത്തിയായി കഴിഞ്ഞപ്പോ അത് ഏറ്റവും ആദ്യം അറിയുന്ന ഒരാൾ ആരായിരിക്കും? തീർച്ചയായും ഇത് കൃഷ്ണനായിരിക്കും. ഇപ്പൊ പാർവതി ദേവി തപസ് പൂർത്തിയാക്കിയപ്പോൾ ആദ്യം അറിയുന്നത് പരമശിവനായിരിക്കുമല്ലോ. അതുപോലെ തന്നെ രാധാറാണിയുടെ തപസ് പൂർത്തിയാക്കിയത് ആദ്യം അറിഞ്ഞത് കൃഷ്ണൻ തന്നെയാണ്. അപ്പോ കൃഷ്ണൻ പിറ്റേ ദിവസം തന്നെ സുന്ദരിയായ ഒരു ഗോപികയുടെ രൂപമെടുത്തു. എന്നിട്ട് വൃഷഭാനുവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പോ രാധാറാണി അവിടെ ഇരിക്കുകയാണ്. അഷ്ടസഖികളും എല്ലാം ഉണ്ട്. അപ്പോ സുന്ദരിയായ ഒരു ഗോപിക ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് അഷ്ടസഖികളൊക്കെ ഇങ്ങനെ നോക്കി, എത്ര സുന്ദരിയാണ് ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അസൂയയോടുകൂടി അവളുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാധാറാണി ഇവളെ കാണുന്നു. രാധാറാണിയും അതിശയിക്കുന്നു, അതിസുന്ദരിയാണല്ലോ ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് രാധാറാണിയും സ്വയം ചിന്തിക്കുന്നു. അപ്പോൾ രാധാറാണി പുറത്തിറങ്ങി അവളോട് ചോദിക്കുന്നു, നീ ആരാണ്? നിന്നെ കണ്ടിട്ട് എൻ്റെ ശ്യാമകൃഷ്ണനെയാണല്ലോ നീ ഓർമ്മിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഇരിക്കുന്നു, അത്ര സുന്ദരിയാണല്ലോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല നിന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ടാണ് ആ സന്തോഷം എന്നെനിക്ക് അറിയുന്നില്ല. എൻ്റെ ശ്യാമകൃഷ്ണനെ കാണുമ്പോൾ അതേ സന്തോഷം നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ ഗോപിക ഇങ്ങനെ പറയുന്നു, എൻ്റെ പേര് ഗോപദേവത എന്നാണ്. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ഞാൻ അഷ്ടസഖികളിൽ നിന്നൊക്കെ നിന്നെക്കുറിച്ച്, രാധയെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണി അവളെ സ്വീകരിച്ച് ആനയിച്ചിരുത്തുന്നു. അങ്ങനെ അവർ പല കാര്യങ്ങൾ വർത്തമാനം നടത്തുന്നു. അങ്ങനെ കുറേ നേരം അവർ പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. രാധാറാണിക്ക് വല്ലാത്തൊരു സന്തോഷം ഗോപദേവതയുടെ സാന്നിധ്യത്തിൽ. അത് തൻ്റെ ശ്യാമകൃഷ്ണൻ എപ്പോഴൊക്കെ തൻ്റെ കൂടെ ഉണ്ടോ അതേ സന്തോഷം തന്നെയാണ് രാധാറാണിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വാതോരാതെ രാധാറാണി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ ഗോപദേവത പറഞ്ഞു, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാധാറാണിക്ക് വല്ലാത്ത സങ്കടം. നിനക്ക് ഇപ്പം പോണോ? നിനക്ക് ഇന്ന് ഇവിടെ കഴിഞ്ഞുകൂടെ എന്ന് രാധാറാണി അവളോട് ചോദിക്കുന്നു. അപ്പോൾ ഗോപദേവത പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്തണം. അപ്പോൾ വൃന്ദാവനത്തിൽ ഗോധൂളി വേള എന്നാ പറയുന്നത് സന്ധ്യാസമയത്ത്. കാരണം രാവിലെ ഗോക്കളെയൊക്കെ മേയാൻ വിട്ടിട്ട് വൈകിട്ട് അവർ പാദങ്ങളിൽ നിറച്ച് പൊടിയുമായി വരും. അതുകൊണ്ട് ഗോധൂളി വേളയ്ക്ക് മുമ്പ് എനിക്ക് അങ്ങ് എത്തണം എന്ന് ഗോപദേവത പറയുന്നു. അപ്പൊ രാധാറാണിക്ക് മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല. വല്ലാത്ത സങ്കടമുണ്ട് അവൾ പോകുന്നതിൽ. കാരണം അവൾ തൻ്റെ ഒറ്റ സുഹൃത്തായി മാറിക്കഴിഞ്ഞു. കൃഷ്ണനോട്, ആ ശ്യാമകൃഷ്ണനോടുള്ള അതേ ഒരു വല്ലാത്തൊരു സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ രാധാറാണിക്ക് അവളോട് തോന്നുന്നുണ്ട്. അവൾ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവൾ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാധാറാണിക്ക് കണ്ണുകൾ നിറയുന്നുണ്ട്. അപ്പോൾ ഒടുക്കം യാതൊരു മാർഗവുമില്ലാതെ അവളോട് വിട പറയുന്നു. ഗോപദേവത ഒരു കാര്യം പറയുന്നു, നാളെ ഉറപ്പായും ഞാൻ നിന്നെ കാണാൻ വരാം, നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. നാളെ സൂര്യോദയമാവുമ്പോൾ ഞാൻ ഉറപ്പായും നിന്നെ കാണാൻ വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ ഗോപദേവത അവരോട് വിട പറഞ്ഞ് അവിടുന്ന് പോകുന്നു. രാധാറാണിക്ക് വല്ലാത്ത സങ്കടം. അവിടെ എല്ലാം ശൂന്യമായതുപോലെ തോന്നി. ഗോപദേവത പോയി കഴിഞ്ഞപ്പോൾ, ഇവൾ പോയപ്പോൾ എനിക്ക് എന്താ ഇത്രയും സങ്കടം, ഹൃദയം നുറുങ്ങുന്ന വേദന രാധാറാണിക്ക് തോന്നി. എങ്കിലും എങ്ങനെയൊക്കെയോ അത് സഹിച്ചുകൊണ്ട് രാധാറാണി ഉറങ്ങാൻ പോകുന്നു. മനസ്സിലാകെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. നാളെ രാവിലെ ആകുമ്പോൾ അവൾ വരും. എന്നാലും അവൾ പറ്റിക്കുമോ? ഇല്ല, അവൾ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായും വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് രാധാറാണി ഉറങ്ങാൻ കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയായി. രാധാറാണി ഉറക്കം എഴുന്നേൽക്കുന്നതിന് ഗോപദേവത എപ്പോൾ വരുമെന്ന് ആലോചിച്ചുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാധാറാണി നോക്കുമ്പോൾ ഗോപദേവത തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. രാധാറാണിക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഗോപദേവത വന്നു കഴിഞ്ഞപ്പോൾ തലേ ദിവസം കണ്ട ഒരു സന്തോഷമൊന്നും അവളുടെ മുഖത്തില്ല. സുഖമാണോ എന്നൊക്കെ രാധാറാണി അവളോട് ചോദിക്കുമ്പോൾ അവൾ അത്ര നല്ല ശബ്ദത്തിലല്ല തിരിച്ച് വർത്തമാനം പറഞ്ഞത്. അത്ര സന്തോഷമില്ല എന്ന് തന്നെ അവൾ തുറന്നു പറഞ്ഞു. അപ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന് രാധാറാണി അവളോട് ചോദിച്ചു. ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞത് നിനക്ക് സങ്കടമായോ? അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും നിന്നെ വഴക്ക് പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ നീ സങ്കടപ്പെടുന്നത്? ഇങ്ങനെയൊക്കെ രാധാറാണി പലവിധം ചോദിക്കും. കാരണം ഇന്നലെ പരിചയപ്പെട്ട കൂട്ടുകാരിയാണ് ഇവൾക്ക് എന്താണ് സങ്കടം, കാരണം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സങ്കടം മാറ്റാനായിട്ട് രാധാറാണി ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് നീ വിഷമിക്കുന്നത് എന്ന്. അപ്പോൾ ഗോപദേവത പറയുന്നു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്
ഞാൻ നന്ദഗോപരുടെ പുത്രനെ കണ്ടു. ആ കൃഷ്ണനില്ലേ, അവനെ ഞാൻ കണ്ടു. അപ്പൊ രാധാറാണി ആകാംക്ഷയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി അവൾ പറയുന്നത് കേട്ടു. നീ കൃഷ്ണനെ കണ്ടോ? അപ്പൊ അവൾ അതെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി എന്ന് രാധാറാണി അവളോട് ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നു. അപ്പോ ഗോപദേവത വീണ്ടും ഇങ്ങനെ പറയുന്നു. അവൻ നിന്നെ കാണാനായി വരുന്ന സമയത്ത് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് നികുതി ആവശ്യപ്പെട്ടു. അപ്പൊ രാധാറാണി കണ്ണുകൾ ചുളിച്ചുകൊണ്ട് പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് നികുതിയോ? ഈ സ്ഥലത്ത് ജീവിക്കുന്നതിന് ഞാൻ നികുതി കൊടുക്കണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പൊ രാധാറാണി ഒന്ന് ചിന്തിച്ചു, മുഖം മ്ലാനമായി. എന്നിട്ട് രാധാറാണി അവളോട് ചോദിച്ചു, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ ഒന്നും തരില്ല. നീ മറ്റുള്ളവരുടെ വെണ്ണയൊക്കെ കട്ട് തിന്ന് കഴിയുന്നവനല്ലേ, എന്നിട്ട് നീ എന്നോട് നികുതി ചോദിക്കുന്നു. ഞാൻ ആരുടെയും ദാസിയല്ല, ഞാൻ ഒരാൾക്കും ഒരു നികുതിയും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്റെ അടുത്തുനിന്ന് പെട്ടെന്ന് ഓടിപ്പോന്നു. അപ്പോ ഇത് കേട്ടിട്ട് രാധാറാണി വല്ലാത്തൊരു സങ്കടാവസ്ഥയിൽ മുഖം മാറി രാധാറാണിയുടെ. അപ്പൊ ഗോപദേവത വീണ്ടും രാധാറാണിയോട് ചോദിച്ചു, വന്നപ്പോ ഞാനായിരുന്നു സങ്കടാവസ്ഥയിൽ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് രാധാറാണിയോട് ഗോപദേവത ചോദിക്കും. അപ്പോൾ രാധാറാണി ഇങ്ങനെ പറയും, കൃഷ്ണൻ എൻ്റെ പ്രാണനാണ്, എൻ്റെ പ്രാണപ്രിയൻ, അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഇരുട്ടും വെളുപ്പും ഓരോ നിമിഷവും അവൻ എൻ്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. അവനെക്കുറിച്ച് പിന്നെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരാതിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോപദേവത വീണ്ടും പറഞ്ഞു, അവൻ അത്ര നല്ലവനൊന്നുമല്ല, അതുകൊണ്ടാണ് അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്നോടത് എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചിട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ അവനെ എന്ന് ചോദിക്കും. അപ്പൊ രാധാറാണി പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും അവനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പ്രപഞ്ചനാഥനാണ് അവൻ. ഈ പ്രപഞ്ചത്തിൽ അവനോടാണ് എല്ലാവരും എല്ലാം ചോദിക്കുന്നത്. അവൻ നിന്നോട് നികുതി ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്ക് വല്ലാത്ത സങ്കടമായി. അവൻ എൻ്റെ പ്രാണപ്രിയ സമയം അവൻ എൻ്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ രാധാറാണി അവളോട് പറയുന്നു. അപ്പോ അവൾ ഗോപദേവത വീണ്ടും രാധാറാണിയോട് പറയുന്നു, നിനക്ക് അവനെ അത്ര വിശ്വാസമാണെങ്കിൽ ഇപ്പൊ അവനെ ഒന്ന് വിളിച്ചു നോക്കൂ, അവൻ വരുമോ എന്നറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ടിട്ട് രാധാറാണി കണ്ണുകളടച്ച് ധ്യാന നിമഗ്നയായിരുന്നിട്ട് രാധാറാണി കൃഷ്ണനെ സ്മരിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ഓരോ രോമകൂപത്തിലും കൃഷ്ണനെ മാത്രം ചിന്തിച്ച് രാധാറാണി കൃഷ്ണനെ സ്മരിക്കാൻ തുടങ്ങി. രാധാറാണിയുടെ കണ്ണിൽ നിന്ന് കണ്ണുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ കുറച്ചു കഴിഞ്ഞ് രാധാറാണി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ കൃഷ്ണൻ നിൽക്കുന്നു. രാധാറാണിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് ചോദിക്കും, രാധേ നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുന്നു. രാധാറാണി പറഞ്ഞു. രാധാറാണി വല്ലാത്തൊരവസ്ഥയിൽ പതർച്ചയോടുകൂടി വിക്കി ഇങ്ങനെ പറയുന്നു, അത് ഗോപദേവത എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയൊക്കെ വല്ലാതെ വാക്കുകൾ വരുന്നില്ല, വാക്കുകൾ ഇടറി രാധാറാണി എന്തൊക്കെയോ ഒപ്പിച്ച് പറയാൻ നോക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, പലതരം മായാചാരികളൊക്കെ ഇവിടെ ഉണ്ട്. നിന്റെ പ്രാണപ്രിയനല്ലേ ഞാൻ പറയുന്നത് മാത്രം നിനക്ക് വിശ്വസിച്ചാ പോരെ എന്ന് കൃഷ്ണൻ രാധാറാണിയോട് പറയുന്നു. കൃഷ്ണൻ അപ്പോൾ രാധാറാണിയുടെ മുഖം കൈകൾ കൊണ്ട് കോരിയെടുത്തിട്ട് രാധാറാണിയോട് ഇങ്ങനെ പറയും, നീ പ്രണയിക്കുന്ന പുരുഷൻ ഞാനല്ലേ, അപ്പോൾ നീ എന്നെ മാത്രം വിശ്വസിച്ചാൽ മതി, ബാക്കി എല്ലാം യോഗമായിയാണ്. എന്നിട്ട് രാധാറാണി അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല, തന്നെ പരീക്ഷിക്കാൻ ഗോപദേവതയുടെ രൂപത്തിൽ വന്നത് കൃഷ്ണനാണ് എന്ന് അപ്പോഴും രാധാറാണിക്ക് അറിയില്ലായിരുന്നു. രാധാകൃഷ്ണ സംഗമത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ശ്രീ രാധേ രാധേ.